ക്രിസ്മസ് ന്യൂ ഇയർ ഭാഗ്യവാൻ ആര് അല്ലെങ്കിൽ ഭാഗ്യവതി ആര് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ 50 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും വിറ്റ് ഏകദേശം 45 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ലോട്ടറി കടയിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ കച്ചവടം നോക്കാം. തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് ഇത്തവണ ലോട്ടറി കച്ചവടത്തിൽ എത്തിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനം പാലക്കാട് തന്നെ. അവിടെ ഏകദേശം 9 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത്. തിരുവനന്തപുരം 5.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റ് പോയിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഒരു കച്ചവടമൊക്കെ? തിരുവനന്തപുരത്ത് കച്ചവടം പതിവിലും ഉഷാറായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാന ഘട്ടമാണ്. അപ്പോൾ നാളെ അറിയാം അടുത്ത ലക്ഷാധിപതി അല്ലെങ്കിൽ കോടിപതി ആയിരുന്നു നാളെ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അവസാന ഘട്ടം കാണുന്നത് തിരക്കാണ്. അപ്പോൾ ഇന്നും നാളെയെല്ലാം തന്നെ ഒരു സെയിലിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് ഇന്ന് നാളെ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് സെയിൽ കൂടുതലാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ടിക്കറ്റുകൾ ഒരു ബമ്പർ കഴിഞ്ഞ ഉടനെ രണ്ട് ദിവസം തന്നെ ബമ്പർ അടുത്ത ബമ്പർ വരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം 2 ആഴ്ച കൂടുതൽ ഡിലേ ആയി ടിക്കറ്റ്. അപ്പോഴേക്ക് തന്നെ നല്ലൊരു സെയിൽ മാറി. അപ്പോൾ ആ ഒരു വിഷമത്തെയാണ് നമ്മളെല്ലാ ഏജൻസിക്കാരും വിഷമത്തോടെ ഇരുന്നത്. പക്ഷേ ടിക്കറ്റ് വന്ന ശേഷം ആ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ സെയിലാവുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ പഴയ സെയിലിനേക്കാളും എല്ലാവരും കൂടുതൽ സെയിലായി, റെക്കോർഡ് സെയിലായി. ഇപ്പോഴൊക്കെ റെക്കോർഡ് സെയിലാണ്. പിന്നെ ശബരിമല സീസൺ നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഉള്ള സ്വാമിമാരൊക്കെ വരികയും ടിക്കറ്റ് എടുക്കുകയും അന്യസംസ്ഥാന ആൾക്കാർ വരികയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വന്നിട്ടുണ്ട്.